അർജുൻ എവിടെ? ഒരു മനുഷ്യജീവന് ഇത്ര പുല്ലുവിലയോ? എന്താണ് ഇവരീ കാട്ടിക്കൂട്ടുന്നത്? ഇന്ന് 9 ദിവസമായി. നമ്മുടെ ആരുമല്ലാഞ്ഞിട്ട് പോലും അർജുനെക്കുറിച്ച് ഓർത്താൽ നെഞ്ചിലൊരിടിപ്പാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ പറയണോ? ഒരു കുടുംബത്തെ മൊത്തം കണ്ണീരിൽ കുളിപ്പിച്ചിരിക്കുമല്ലേ ഇവർ. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാവില്ല. അർജുൻ്റെ വൈഫ് പറയുന്നുണ്ട് ഫോൺ 2 പ്രാവശ്യം റിങ് ചെയ്തുവെന്ന്. അഥവാ അർജുൻ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നേൽ ആ സംഭവം ഉണ്ടായെന്ന് തന്നെ, അല്ലേൽ അതിൻ്റെ പിറ്റേന്ന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്കെല്ലാവർക്കും ആ കുടുംബത്തിനും അർജുനെ ജീവനോടെ കാണാമായിരുന്നു. ഇന്നും കേരളത്തിലെ എല്ലാ ജനങ്ങളും അർജുനെ ഓർക്കാത്ത ഒരു ദിവസമില്ല, അർജുന് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ദിവസമില്ല. ആ മണ്ണിടിച്ചിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത്രയും വലിയൊരു മണ്ണ് മാറ്റാൻ ഒന്നോ രണ്ടോ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചാൽ മതിയാകുമോ? ആവശ്യത്തിന് വേണ്ട ഹിറ്റാച്ചികളും അതുപോലെ മണ്ണ് മാറ്റാൻ ലോറികളും ഉപയോഗിച്ച് ആ മണ്ണ് പെട്ടെന്ന് തന്നെ മാറ്റി അർജുനെ കണ്ടെത്തണമായിരുന്നു. ഈ കർണാടക ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കൊരുപാടുണ്ട്. എന്നാൽ അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഒരമ്മ തൻ്റെ മകനെ പറ്റി പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ അമ്മയ്ക്ക് പറയേണ്ടി വന്നത്. മകൻ ജീവിച്ചിരിക്കുന്നു എന്നുറപ്പില്ല എന്ന്. അതാണ് ആ അമ്മയുടെ അവസ്ഥ. ഇപ്പോൾ അവരെ മീഡിയക്കാർ വന്ന് ചോദ്യം ചെയ്യുകയും അവരെ വിഷമത്തിലോട്ട് കൂടുതൽ തള്ളിവിടുകയുമാണ് ചെയ്യുന്നത്. അമ്മ പറയുന്നുണ്ട് മകനെ ഒരു നോക്ക് കാണണം. അതുപോലെ തന്നെ വൈഫും പറയുന്നുണ്ട് ചേട്ടനെ അവസാനമായിട്ടൊന്ന് കാണണം. ആരായാലും നമ്മളൊരു മനുഷ്യൻ്റെ സാഹചര്യം അറിഞ്ഞിട്ട് വേണം അവരോട് സംസാരിക്കാൻ. നമ്മൾ പോയി അവരോട് ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ച് നമ്മുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവർ വിങ്ങിപ്പൊട്ടിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്നും പോയ സഹോദരന്മാർ പറയുന്നുണ്ട് അവരെ അങ്ങോട്ട് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയേക്കുവാണെന്ന്. അവർ എന്തോരം കഷ്ടപ്പെടാനും തയ്യാറാണ്. എന്നാൽ അവരെ എന്തെങ്കിലും അടുപ്പിച്ചാലല്ലേ അവർക്കത് പോയി ചെയ്യാൻ പറ്റൂ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ ജീവൻ ഇത്രയ്ക്കും വില കുറച്ചാണോ ഇവർ കാണുന്നത്? ജീവൻ ത്യജിച്ചും സഹായിക്കാൻ ആൾക്കാർ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത്? ഇന്ന് അർജുൻ എല്ലാ വീടുകളിലെയും അമ്മമാരുടെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെയും നൊമ്പരമാണ്. ആ കുഞ്ഞുമോൻ്റെ മുഖത്തോട്ട് നോക്കി അമ്മേ അച്ഛൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ എന്ന് പറയേണ്ട വരുന്ന ഒരവസ്ഥ. അർജുൻ ഒന്നും സംഭവിക്കാതെ അർജുൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും അർജുൻ തിരിച്ചു വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ആയാലും കർണാടക ഗവൺമെൻറ് ആയാലും ആരായാലും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അർജുനെ എത്രയും വേഗം ഇനിയെങ്കിലും കണ്ടെത്താനുള്ള വഴികൾ, സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കി എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അമ്മയും ആ ഭാര്യയും പറയുന്നത് തന്നെ അവർ ഒരു നോക്ക് അവസാനമായിട്ടെങ്കിലും അവരുടെ മകനെയും ഭർത്താവിനെയും കാണണമെന്നാണ്. അതിനായിട്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് നിന്ന് ആ ചെറുപ്പക്കാരനെ കണ്ടെത്താനായിട്ട് ആദ്യം പ്രയത്നിക്കുക.